പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ മേഴ്സി ഗാർഡനിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയോടൊപ്പം തന്നെ അതിനിടവിളയായിട്ട് നമ്മൾ കൂർക്ക കൃഷി ചെയ്യുകയുണ്ടായി. ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ്. അത് നിർവഹിക്കാനെത്തിയിരിക്കുന്നത് പാലാ രൂപതയുടെ PSWസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഫാദർ മനു എമ്മാനുവൽ കാഞ്ഞിരത്തെങ്കിലാണ്. അച്ഛനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി ഈ സുഹൃത്ത് സംഗമത്തിൻ്റെ ഈ കർഷക സംഗമത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മളുടെ വാർഡ് പ്രസിഡന്റായ സുഹൃത്ത് ശ്രീ വിനോദ ചെയ്യുന്നു. ഇവിടെ ആശീർവദിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കവിക്കുന്ന പള്ളിയുടെ വികാരിയച്ഛനായ കൃഷി എന്നറിയപ്പെടുന്ന ഫാദർ വടകര. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ കവിക്കുന്ന എന്നുള്ളത് ഇപ്പം കർഷക കുന്നും കൂടെ ആയി മാറിയെന്നാണ് ജനം പറയുന്നത്. അപ്പോൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ വിൽപ്പന നിർവഹിക്കുന്ന പറങ്ങാനം പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ബഹുമാനിയായ ശ്രീമതി ബീന ടോമി പുരിയത്താണ്. ബീന ടോമിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി തിരക്കുകൾക്കിടയിലും ബീന ടോമിയും അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സോവിയാമയും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ പാലാ മുനിസിപ്പൽ കൗൺസിലായ നീന ജോർജ് കുട്ടിയാണുള്ളത്. നീന ജോർജ് കുട്ടിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം പ്രധാനം ഈ കൃഷി കാര്യങ്ങളിൽ എപ്പോഴും സഹായമായിട്ടിരിക്കുന്ന പറങ്ങാനം കൃഷിഭവനാണ്. പറങ്ങാനം കൃഷിഭവൻ്റെ കൃഷി അസിസ്റ്റൻ്റ് ശ്രീ അനിലുണ്ട്. അനിൽ സാറിനെ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ദിവാകരന്, ശ്രീ രാജു, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ ഷാജു കുരുത്തിനും ജോസ് ചീരാങ്കുഴിയും ബൈജു കൊല്ലമ്പറമ്പിനും ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. അവർ അഭാവത്തിലാണെങ്കിൽ പോലും അവർ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ നിതിൻസി വടക്കൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്ന ജൈവ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന PSWസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ മനുവച്ചൻ, കവിക്കുന്ന പള്ളിയുടെ വികാരി അഭിനന്ദനായ വടകരയച്ചൻ, പണ്ണിങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി ബീന ടോമി, വൈസ് പ്രസിഡന്റ് സോബി സേവ്യർ, പാലാ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ലീന ജോർജ് കുട്ടി, നമ്മുടെ അനിൽ സാറ്, അതുപോലെ സുധാകരൻ, സ്നേഹം നിറഞ്ഞ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓണത്തോടനുബന്ധിച്ച് നിതിൻസി വടക്കൻ ഒരു വ്യത്യസ്തമായ കാർഷിക രീതി പണ്ണിങ്ങാനം പഞ്ചായത്തിലും നമ്മുടെ ഈ പ്രദേശത്തും അവലംബിക്കുകയുണ്ടായി. ചെണ്ടുമല്ലി കൃഷി, ജൈവകൃഷിയിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് എന്നും ജൈവകൃഷിക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു കൃഷിക്കാരനാണ് നിതിൻസി വടക്കൻ. നമ്മൾ ഇവിടെ അടുത്ത പ്രദേശം ഒരിടത്തുമില്ല. നമ്മൾ വെച്ചു പശു, അതുപോലെ കോഴി വളർത്തൽ, കാട് വളർത്തൽ, അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിക്കുന്ന പരിപാടി, അതുപോലെ വാഴക്കൃഷിയ, പുൽകൃഷിയ, അത് ഇപ്പോൾ പുതിയൊരു കൃഷിയാണ് നമ്മൾ കൂർക്ക കൃഷി ചെയ്ത. ഇതിൻ്റെ ഇടവിളയായിട്ട് കൂർക്കയും അതുപോലെ തന്നെ വഴുതനയും കൃഷി ചെയ്തുകൊണ്ട് പുതിയൊരു കാൽവയ്പ് നടത്തിയിരിക്കുകയാണ്. നമ്മുടെ കാർഷിക മേഖലയിൽ ചെറുപ്പക്കാർ കടന്നു വരുന്നത് വിരളമാണ്. ഇപ്പോൾ എല്ലാവരും IT മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വിദേശത്തുമൊക്കെ ജോലി തേടി പോകുമ്പോൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ നിതിൻസി വടക്കൻ. കാർഷിക അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ യന്ത്രവൽക്കരണത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ പല കാർഷിക കോളേജുകളിലും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നടക്കുന്ന സ്ഥലങ്ങളും എല്ലാം സന്ദർശിക്കുകയും അതിൻ്റെ വിവരങ്ങളും അനുഭവങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കൃഷിഭവനിലെ കൃഷി ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് പങ്കുവെക്കാറുണ്ട്. എന്തോ ഈ കൃഷി ഒരു വിജയമല്ല എങ്കിൽ പോലും ജൈവകൃഷിയെ അത് പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ പോലും ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ആ കൃഷി രീതികൾ ഈ നാട്ടിൽ മറ്റ് കർഷകർക്ക് ഒരനുഭവം പകർന്നു നൽകുകയും ചെയ്യുന്ന
നിതിൻ സി വടക്കൻ്റെ ഈ ശ്രമത്തിന് ഒരു വിജയകരമായ ഈ നമ്മുടെ ഇപ്പോൾ ഈ കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് നടത്തുമ്പോൾ നല്ല രീതിയിൽ കൂർക്ക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വഴുതന ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് കാണുകയൊക്കെ ചെയ്യുന്നു. പൂക്കൃഷി ഭയങ്കരമായിട്ടുണ്ടായി, പക്ഷേ പൂ നാലിലാകുക. അപ്പോൾ ആൾക്കാരെല്ലാം അവരെല്ലാം യോജിച്ചതിലും ഇല്ലാന്ന് തോന്നുന്നത്. ഇതിന് കൊണ്ടേ കൊടുക്കുമ്പോൾ ആർക്കും പോവുകയാണ്. അതിനൊരു മാർക്കറ്റ് സർക്കാരിന് നിലനിർത്താമെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വിജയം. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി അവിടെ മലബാർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രാം പിള്ളേർ കൊടുത്ത് അവിടെ പോയി. അന്നേരം അവിടെ ഉള്ള ഒരു കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,000 തൊഴിൽ കിട്ടുകയും 17,000 തമിഴ്നാട്ടിൽ കേരളത്തെ കർഷകർക്ക് പിടിച്ചു നീക്കാൻ സാധിക്കൂ എന്നുള്ളത് സംശയമില്ല. ഞാൻ നിതിൻ സി വടക്കൻ്റെ ഈ സംരംഭത്തിന് പ്രത്യേകം ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഭരണങ്ങാനം പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിച്ച പുതിയ കൃഷി രീതികളെല്ലാം അവലംബിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിൻ്റെ മമ്മിയും അതിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും എല്ലാ കാര്യങ്ങളിലും യോജിച്ച് തന്നുകൊണ്ട് ഈ കൃഷി രീതിയിൽ യോജിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ആയിരിക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ട നിതിൻ സി വടക്കൻ ചേട്ടൻ അദ്ദേഹം നടത്തിയ വിവിധ തരത്തിലുള്ള കൃഷികളെ നേരിട്ട് കാണുവാനും അതോടൊപ്പം പ്രത്യേകമായിട്ട് കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് നടത്തുവാനുമായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുക. ബഹുമാനപ്പെട്ട തോമസ് കിഴക്കേലച്ചൻ ഡയറക്ടർ അച്ഛനാണ് PSWSൻ്റെ. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് ഒന്ന് വന്നത്. എനിക്ക് ഇദ്ദേഹത്തെ അധികം പരിചയമില്ല, കാരണം ഞാൻ വന്നിട്ടും അധികമായില്ല. ഇന്നലെ ഒന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികളെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ടും ഞാനും കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിലെ ഒരു സ്ഥിര സന്ദർശനം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ അഗ്രിമയിൽ കൊണ്ടുവന്ന് തരുന്ന ഒരാളുമാണ്. അങ്ങനെ ഞങ്ങൾക്ക് PSWSുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് നിതിൻ ചേട്ടൻ. ഈ ഒരു കൃഷി ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കൃഷി രീതിയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുമ്പോൾ യുവജനങ്ങൾ ഈ കൃഷിയിലേക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തുടർന്നും നല്ല രീതിയിൽ കൃഷി നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർഷകർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന PSWSൻ്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും അതോടൊപ്പം പ്രോത്സാഹനവും ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഈ ഒരു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആദ്യ വിൽപ്പന സംസാരിക്കുന്നതിന് വേണ്ടി ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ലീന ടോമി അവരുടെ എൻ്റെ സഹനന്മാരെ, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് സ്നേഹമുള്ളവർ, വ്യത്യസ്തമായ രീതിയിൽ കൃഷി നടത്തി വിജയം കൊയ്യുന്ന നിതിൻ സി വടക്കന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി കവികുന്ന പള്ളി വികാരി വടകരയച്ഛനെ ക്ഷണിച്ചു. ഇതിലുള്ള സഹോദരങ്ങളെ, ഒത്തിരി കാര്യങ്ങളിപ്പോൾ സംസാരിക്കേണ്ട ഒരു സമയമല്ല. എല്ലാവരും നിന്നുകൊണ്ടാണ് അതിൽ അറ്റൻഡ് ചെയ്യുന്നത്. അച്ഛന്മാരെ സംബന്ധിച്ച് പറയുമ്പം പള്ളിയിൽ ഇതുപോലുള്ള തെളിവുള്ള സ്ഥലം കിട്ടാൻ പ്രശ്നമാണ്. തന്നെയുമല്ല, ഒരാൾക്കുള്ള താല്പര്യം മറ്റൊരാൾക്ക് കാണണമെന്നില്ല. നമ്മൾ കൃഷി ചെയ്ത് സംഭവങ്ങളെ പറ്റി അടുത്ത ആൾ വരുമ്പോൾ ചിലപ്പോൾ അത് വേറെ തകടം പറഞ്ഞിരിക്കും. ആ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. ഏതായാലും ഞാനും വലിയതായി കഴിഞ്ഞ 2 വർഷത്തായിട്ട് എൻ്റെതായ രീതിയിലുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സാധിച്ചു. 1000 കിലോയ്ക്ക് വിടുവായിരുന്നു. അതുപോലെ കുറേ പ്ലാവ് കൃഷിയുണ്ട്. മറ്റു ചില കൃഷികളെല്ലാം ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. എല്ലാം ജൈവ കൃഷിയാണ്. അപ്പോൾ അത് ഒത്തിരി ആദായകരമാണെന്നിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ചിലവ് അത് ചർച്ചിച്ച് നോക്കുമ്പോൾ ആദായകരമെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ളത് പ്രചോദനം കൊടുക്കുക എന്നതാണ്. വഴുതന ഞാനും പറിച്ച് വെച്ചിട്ടുണ്ട് കുറേ. അതുപോലെ പച്ചമുളകുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്, എല്ലാവരും മനസ്സ് വിചാരിച്ചാൽ. അതായത് നിധിൻ്റെ ഈ സംരംഭത്തെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. എല്ലാ അഭിനന്ദനവും അവർക്ക് ഞാൻ തരികയാണ്. ഇവിടെ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു എക്സ്ക്യൂസോടെ പറയാണ്. ഏതായാലും ഇത് ഞാനും കണ്ടിട്ടുണ്ട്, പല കൃഷി വടക്കേ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ചെണ്ടുമല്ലി കൃഷി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാൻ തൻ്റെ ഇടവും ചങ്കുറ്റവും കാണിച്ച ഇതിനെ ഏറ്റവും അധികം അഭിനന്ദിക്കുകയാണ്.
തന്നെയുമല്ല ഇതിൻ്റെ കുറേ വള്ളികൾ ഇന്നലെ എനിക്ക് അവിടെ കൊണ്ടുതന്നു. പിന്നെ നമ്മുടെ കൂർക്കയുടെ അതൊക്കെയെല്ലാം മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സാണ് കാണിക്കുക. നമുക്ക് കുറച്ചെങ്കിലും ഈ പാലാ പ്രദേശത്ത് ഇങ്ങനെ ഒരു പട്ടണ പ്രദേശമാണല്ലോ, എങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ ഇതിനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിന് എല്ലാ പ്രോത്സാഹനം നമുക്ക് കൊടുക്കാം. നമ്മളാകുന്നത് പോലെ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. ഇതിനെല്ലാ പ്രോത്സാഹനം കൊടുക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡൻറ്റും മെമ്പർമാരും അതുപോലെ കൃഷി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരിക്കൽ കൂടെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാ നന്മയും നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി പന്നിങ്ങാനം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സോഫി സേവനേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഓണത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ചെണ്ടുമുല്ല എന്നൊരു പൂവ് കൃഷി നടത്തി. അത് വൻ വിജയമായിരുന്നു. അതിനോടൊപ്പം തന്നെ കൂർക്കയും വഴുതനയൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ കൂർക്ക വള്ളി കൊണ്ടുപോയി മണ്ണിൽ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കൂർക്ക ഉണ്ടാകുകയല്ല. നമ്മൾ അതിനുപരി വളവും വെള്ളവുമായിട്ടും വെയിലും സംരക്ഷണവും ഒക്കെ ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും കൂർക്ക പറിക്കാൻ പറ്റുള്ളൂ. അതിന് ഇന്ന് മുൻപന്തിയിൽ നമ്മൾ ലിൻസി വടക്കൻ മുന്നോട്ട് നിന്നു. ഇനിയും എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഓരോ സംഭവങ്ങളും മുന്നോട്ടുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പോലെ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നിതിൻ സി വടക്കൻ എന്ന് പറയുമ്പോൾ എൻ്റെ കസിനാണ്. വളരെയേറെ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഞാൻ കൗൺസിലറായി ആദ്യമേ ഞങ്ങൾക്ക് കില ഫാക്കൽറ്റി ആയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വന്നു. എന്ന് പറയുമ്പോൾ കില ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങൾ ബജറ്റിനെ പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. അത് മുഴുവൻ പഠിച്ച് ഈ പറഞ്ഞ പോലെ കൃഷിയുടെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി. ഇത്രയും നല്ലപോലെ ക്ലാസ് എടുത്ത് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ പഠിച്ച് പ്രവൃത്തി മേഖലയിൽ എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ കൃഷി അസോസിയേഷനാണ് വൈദ്യുതിയുടെ പ്രിയപ്പെട്ട നിതിൻ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്ന മാന്യ വ്യക്തികളെ, പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ നിതിൻ ഏതായാലും ഒരു വ്യത്യസ്തമായ ഒരു കൃഷി രീതി, ചെണ്ടുമല്ലിക്ക് ശേഷം ഒരു ക്രോപ്പ് റൊട്ടേഷൻ, അതിനുശേഷം നമ്മൾ ചെണ്ടുമല്ലിക്ക് കൊടുത്ത വളവും വെള്ളവും മറ്റ് ലവണങ്ങളും അല്ല നമുക്ക് കൂർക്കയ്ക്ക് വേണ്ടത്. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു ക്രോപ്പ് റൊട്ടേഷൻ എന്ന നിലയ്ക്ക് തന്നെ ചെയ്തു. അത് ആ സംരംഭം വിജയകരമായിരുന്നു. ഞങ്ങൾ കൃഷിഭവനിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കാറുണ്ട്. ഇത് നിതിൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ കൂർക്ക വെറൈറ്റി നമ്മുടെ CTCRയുടെ ശരിക്കും അവരുടെ ഒരു ഇംപ്രൂവ്ഡ് വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ശ്രീധര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നിതിൻ ചെയ്തത്. അത് നമുക്ക് ആ വിളവെടുപ്പിൽ തന്നെ കാണാം അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചെറിയ കൂർക്കയാണ് കിട്ടുന്നത്, വലിയ കൂർക്കയെ കിട്ടി. നിതിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഇതിൻ്റെ പിന്നിലുള്ള പ്രവൃത്തിയെ നമുക്ക് മാനിക്കാതിരിക്കാൻ വയ്യ. ഏതായാലും ഇത്തരത്തിലുള്ളൊരു മഹത്തരമായ ഒരു അവസരം നിതിൻ ഒരുക്കി നമുക്ക് എല്ലാവർക്കും വേണ്ടി. നമ്മളിത് കൂർക്ക നമ്മുടെ നാട്ടിലും വിളയും എന്ന് കാണിക്കാനും അതോടൊപ്പം PSWs ശരിക്കും അച്ഛനൊക്കെ അറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അച്ഛനൊക്കെ. അപ്പം ഇനിയും ഇതിൻ്റെ പ്രവൃത്തിയിൽ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ നമ്മുടെ ആദ്യമായി ഷോപ്പിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രധാനപ്പെട്ട അധ്യക്ഷൻ, പിതാക്കന്മാർ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ എല്ലാവരും, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മളെല്ലാവരും എല്ലാവരുടെ വീട്ടിൽ ഒരു കോവല്, ഒരു വെണ്ട, 2 ചീനി, നമ്മളെന്നും പറയാതെ പറയും ഈ പച്ചക്കറി ഭയങ്കര വിലയാണ്, പച്ചക്കറി എല്ലാം ഭയങ്കര. ആരുടെ വീട്ടിലും ഒരു ചീനി പോലും ഒരു കോവലില്ല. ഒരു കോവലായിട്ട് എന്നും ഉണ്ട്. അതുപോലെ വെണ്ട, അതുപോലെ എല്ലാവരും ആരുടെ വീട്ടിൽ കൊണ്ട് എനിക്കറിയത്തില്ല. എല്ലാവരും നടുക. ഇതുപോലെ നിർച്ചപ്പടക്കം കാണിച്ച പോലെ എല്ലാവരും നടുക. നമ്മുടെ വീട്ടിൽ കൊണ്ട പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കുക, കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല. നിർച്ചപ്പടക്കം എല്ലാ ആശംസയും നേരുന്നു. എല്ലാ ആശംസയും. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വന്നിട്ട് കേൾക്കാം. എപ്പോഴും പറയുന്നൊരു സാധനമില്ല, കാന്താരി ഇങ്ങനെ ചെയ്ത് കിട്ടുന്നില്ല. ഏതെടുക്കുന്നത്? സംതൃപ്തി എടുക്കണം, ഇതെടുക്കണം. അതങ്ങനെ പഠിച്ചാലും കിട്ടില്ല. ചെറുതായിട്ട് കൂട്ടുന്നത്
കുഴപ്പമില്ല. വലിച്ച് ബുക്കിങ് പോയി പച്ച എടുത്തിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ പറിച്ചാൽ മതി എടുക്കുന്നു ഇട്ടാൽ മതി. എന്തോട്ടെ അടിയിലാണ് കിടക്കുന്നത്. അത് ഓക്കെ അല്ലേ? ഞാൻ അങ്ങോട്ട് പോകാം. ഇവിടെ തോന്നില്ലടാ. ഇതോ 108 ഗ്രാം. ഇങ്ങനെ ചേർന്ന് ഞാനിവിടെ ഉണ്ട്. ഇച്ചിരി ബാഗിലേക്ക് കിട്ടുന്നുണ്ടോ? അതെല്ലാം മേടി ഒരു കെട്ടെനിക്ക് തന്നെ അച്ഛനെ കൊടുക്കാൻ. ഒന്ന് എനിക്കുണ്ടോ? ഒന്ന് എടുത്തു എന്നാ സൂര്യാൻ അതല്ല മറ്റേത്. ആ എന്നാ ഇവിടെ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കാം. പൈസ പറയാൻ തീർക്കാം. ആദ്യ കച്ചവടത്തിൽ അല്ലല്ലേ ബാക്കി തരുമില്ല. 500 കൊടുത്താലും പോയി. എടുക്കാം. ഒരു കൂടെ കഴിച്ചങ്ങ് പോവാം. കാപ്പി അവിടുന്ന് എനിക്ക് വിളി അച്ഛനെ കൊടുക്കുക. അവിടുന്ന് ചേച്ചി അവിടുന്ന് ഒരാൾ തന്നു വിട്ടിട്ടുണ്ട്, മേടിക്കണമെന്നും പറഞ്ഞു. 1 കിലോ ഒന്നിന് 1 കിലോ അരിയുമ്പോൾ ചെറുതായി പോകുമല്ലോ. അതെ അതെ. ഇതില്ലേ ഇങ്ങ് പോരെ. ചൂണ്ടച്ചേരി വഴി വഴിയിൽ മോണിൽ നിൽക്കൊണ്ട് അവന് വണ്ടി കാണുമ്പോൾ കാണിക്കണം. ചെയർമാൻ വണ്ടി കാണുമ്പോൾ ഉത്തരം കൊണ്ടങ്ങ് തരിക. ഞങ്ങൾ കയറിയതല്ല അന്നേരം ഞങ്ങളെല്ലാം പഠിച്ച് ബജറ്റുകളും പഠിച്ച്
പ്രസിഡന്റ് ആരാ? കൂട്ടായ്മയിലാണോ? അല്ല, വടക്കൻ സേനാംഗകാരനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നീന ചെറുവലി, ദിവാരനാർ, പ്രിയപ്പെട്ട ജോസൂട്ടി പൂവലി, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലെ എന്നോട് വിളിച്ചോളൂ, ഇങ്ങനെ ഒരു വലിയ സംരംഭമുണ്ട്, എന്നാൽ നാട്ടിൽ കാര്യം പറയാം, വരുമെന്ന് വെച്ചാൽ അവന് വരാൻ പറ്റുന്ന സമയത്താണ് വരുമെന്ന് പറഞ്ഞു. 3:30 മണിക്ക് പറഞ്ഞു. പക്ഷെ എനിക്ക് വരാൻ താമസിച്ച മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അതിനകത്ത് ഒന്ന് തല കാണിക്കുന്ന പറഞ്ഞവരുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു. എങ്കിലും എനിക്ക് മനസ്സിൽ വളരെ കുടുംബവും സന്തോഷം, വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുമെന്നുള്ളൊരൊറ്റ നല്ല സംരംഭമാണ് ഇതിന് പറഞ്ഞത്. നേരത്തെ പണ്ട് പൂക്കൃഷി നടത്തി, മീൻകച്ചവടം നടത്തി, ഇപ്പോൾ കൂർക്കയിൽ നിന്നും നമുക്ക് ആദായം കിട്ടുന്നതിലേക്ക് ഞാൻ അങ്ങേറ്റം ബഹുമാനപ്പെട്ട നമ്മുടെ നിതിൻ വടക്കനെ അഭിനന്ദിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് മെമ്പർമാരെയും മുനിസിപ്പൽ മെമ്പർമാരെയൊക്കെ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെ ആശംസകളും നമ്മോട് കൊടുത്തിട്ടുണ്ട്. ആദ്യം വിൽപ്പനയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പുള്ളിക്കാലത്ത് ഞങ്ങൾ വേറെ എടുത്ത് തരാം. എനിക്ക് വേണമെന്നില്ല. അല്ല അത് ആദ്യം വിൽപ്പന നടത്തും നമ്മളിപ്പോൾ. ഇത് അങ്ങോട്ട് കൊടുക്കുന്നു. പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കുന്നു. പൈസയോട് മേടിക്കണം. പൈസ ഫ്രീ മുനിസിപ്പാലിറ്റി ചോറ് കൊടുക്കുന്നത് ഒരു ഇങ്ങോട്ട് എടുത്തേ. എടോ ഒരു കൂടെ അങ്ങോട്ട് എടുത്തു. ഇത് അങ്ങോട്ട് കൊടുക്കും. ഹലോ, അത് കൈപ്പിടി, നിലത്ത് പിടി, അത് നിലത്ത് പിടി. ഇനി ഇത് അങ്ങോട്ട് കൊടുക്കും. അതിലല്ലേ? അതെ, ഓക്കെ, വന്നിരിക്കും. അതെ, വേണ്ട 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 ഒരാഴ്ച വീട്ടിൽ ഇതിങ്ങനെ ജൈവ കൃഷിയായിരുന്നേ. അതെ, നടാൻ തലപ്പ് വേണ്ടേ? പിന്നെ വാടിപ്പോന്നേ, പിന്നെ വാടിപ്പോവും. അത് നട്ടാ ഉണ്ടായി തെറ്റിപ്പോലെ അത് നട്ടാ ഉണ്ടായി. ഒരു എടാ കവർ രാജു, കവർ ദിവാറിൻ്റെ ദിവാറി ഞാൻ എടുത്തു തരാം. ഇത് തലപ്പും തോന്നി. കാപ്പി പിടിച്ചേ. അത് പറ്റാൻ പറ്റിയ വീട്ടിൽ വന്നിട്ട് കാപ്പി പിടിക്കില്ല. പിന്നെ വന്നേ ജോസിന് കാപ്പി പിടിക്കാൻ പറ്റിയല്ല. ഞാൻ വൈകുന്നേരം പിന്നെ വല്ലപ്പോഴും പല വിധി കണ്ടു കഴിഞ്ഞാൽ കാപ്പി പിടിച്ചില്ലെന്നും പറഞ്ഞിട്ടുണ്ടാവും. വഴക്ക് പറയും. കാപ്പിയല്ലേ? ആണോ? അത് ഓക്കെ, അത് ഓക്കെയാണ്. അത് ഓക്കെ, അത് ഓക്കെ.